നിങ്ങൾ ഗൂഗിൾ പേ തുറന്നപ്പോൾ പോക്കറ്റ് മണി അല്ലെങ്കിൽ UPI സർക്കിൾ എന്ന പുതിയൊരു ഓപ്ഷൻ കണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ഇതിനെക്കുറിച്ച് വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊരു തട്ടിപ്പാണ്, ഇതിൽ ക്ലിക്ക് ചെയ്താൽ അക്കൗണ്ടിലെ പൈസ പോകും എന്നിങ്ങനെയുള്ള വോയിസ് മെസ്സേജുകളും വീഡിയോകളും വരുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ഇത് ശരിക്കും ഒരു സ്കാം ആണോ? അതോ ഗൂഗിൾ പേ അവതരിപ്പിച്ച പുതിയൊരു ഫീച്ചർ ആണോ? നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു സിഗ്നറ്റ് സ്റ്റൈൽ ഹൗസ്. ഫസ്റ്റ് തന്നെ പറയട്ടെ, ഗൂഗിൾ പേയിൽ വന്ന ഈ ഫീച്ചർ ഒരു തട്ടിപ്പല്ല. ഗൂഗിൾ ഔദ്യോഗികമായി അവതരിപ്പിച്ച ഒരു ഫീച്ചർ ആണിത്. ഇതിനെ UPI സർക്കിൾ എന്നാണ് വിളിക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത കുട്ടികൾക്കോ മുതിർന്നവർക്കോ പണം നൽകാൻ രക്ഷിതാക്കളെ സഹായിക്കുന്ന ഒന്നാണിത്. എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളുടെ മകനോ മകൾക്കോ ഫോൺ ഉണ്ട്, പക്ഷെ ബാങ്ക് അക്കൗണ്ട് ഇല്ല. അവർക്ക് പുറത്തു പോയി എന്തെങ്കിലും വാങ്ങാൻ പണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് അവരുമായിട്ട് ലിങ്ക് ചെയ്യാം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും ക്യാഷ് പോകുന്നത്, പക്ഷെ അവർക്ക് അവരുടെ ഫോണിൽ നിന്നും സ്കാൻ ചെയ്ത് പേയ്മെന്റ് നടത്താം. ഇതിൽ രണ്ട് തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഫുൾ ഡെലിഗേഷൻ. കുട്ടികൾ അല്ലെങ്കിൽ സെക്കൻഡറി യൂസേഴ്സിന് നിങ്ങൾക്ക് ഒരു നിശ്ചിത തുക പോക്കറ്റ് മണിയായി സെറ്റ് ചെയ്ത് നൽകാം. എക്സാമ്പിൾ, ഒരു 2000 രൂപ നിങ്ങൾക്ക് പോക്കറ്റ് മണിയായി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ പരിധി വരെ അവർക്ക് നിങ്ങളുടെ അനുവാദമില്ലാതെ പേയ്മെന്റ് നടത്താം. പരമാവധി ലിമിറ്റ് എന്ന് പറയുന്നത് മന്ത്ലി 15,000 രൂപയാണ്. ഇനി പാർഷ്യൽ ഡെലിഗേഷൻ. ഇതിൽ അവർ പണം അയക്കാൻ ശ്രമിക്കുമ്പോൾ ഓരോ പ്രാവശ്യം നിങ്ങളുടെ ഫോണിലേക്ക് റിക്വസ്റ്റ് വരും. നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങൾ UPI പിന്ന് അടിച്ചു കൊടുത്താൽ മാത്രമേ അവരുടെ ഫോണിൽ നിന്ന് പേയ്മെന്റ് നടക്കത്തുള്ളൂ. ചുരുക്കത്തിൽ, ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും രക്ഷിതാക്കളുടെ അക്കൗണ്ട് വഴി ഡിജിറ്റൽ പേയ്മെന്റ് നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം മുന്നറിയിപ്പുകൾ വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയയിൽ വരുന്നത്? ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട്. പുതിയൊരു മാറ്റം വരുമ്പോൾ അത് ഉടൻ തന്നെ തട്ടിപ്പായി ചിത്രീകരിക്കുന്നത് സാധാരണയാണ്. പൈസ പോകുമോ എന്ന ഭയം കാരണമാണ് പലരും ഇത് ഷെയർ ചെയ്യുന്നത്. ഇതൊരു സ്കാം അല്ലെങ്കിലും തട്ടിപ്പുകാർക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ആരെങ്കിലും നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് പോക്കറ്റ് മണി വന്നിട്ടുണ്ട്, ഈ QR കോഡ് സ്കാൻ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സെക്കൻഡറി യൂസർ ആക്കി മാറ്റിയാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഓർക്കുക, ഇതിൽ ക്ലിക്ക് ചെയ്തതുകൊണ്ട് മാത്രം പണം പോകില്ല. പക്ഷെ അപരിചിതർ അയക്കുന്ന ലിങ്ക് വഴിയോ QR കോഡുകൾ വഴിയോ മറ്റൊരാളുടെ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യാൻ ശ്രമിക്കരുത്. ഈ ഫീച്ചർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കറിയുന്ന ആളുകൾക്ക് മാത്രം ഈ സൗകര്യം നൽകുക. അപരിചിതർ അയക്കുന്ന മെസ്സേജുകൾ വിശ്വസിക്കരുത്. നിങ്ങളുടെ UPI പിൻ ആർക്കും ഷെയർ ചെയ്യരുത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, പോക്കറ്റ് മണി ഫീച്ചറിനെ പേടിക്കേണ്ടതില്ല. പകരം അത് കൃത്യമായി മനസ്സിലാക്കി ഉപയോഗിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.